റോളാണ് കിടക്കുന്നത്. 11 പേര് അവര് സോണിനകത്തുണ്ട്. അവര് റൊട്ടേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. എടാ എന്റെ പ്രഡിക്ഷൻ എന്താ? TV ജയിക്കണം എന്നല്ല, അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് എന്തെങ്കിലും പ്രഡിക്ഷൻ ഉണ്ടോ? വേണമെങ്കിൽ ജുഗ്രുവിന്റെ ചെയ്തിട്ടോടെ വേണേ. ജുഗ്രു എന്ന് എത്ര പിക്ക് എടുക്കും എന്നുള്ളത് ഇട്. ടിവിയുടെ പ്ലേയേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിൽഡിംഗിൽ സാവേജ്, അതേപോലെ തന്നെ ഡെസ്ട്രോ, കില്ലോ, ജുഗ്രു എന്ന് 3 പിക്ക് എടുക്കുമെന്നുള്ള പ്രഡിക്ഷൻ ഉണ്ട്. വില്ലു, ഏബൽ, സ്റ്റീവ് ആൻഡ് മെസ്ബോയ് ആണ് കളിക്കുന്നത്. നീല ബൈഫൂട്ട് താഴെ, ബാക്കിയുള്ള പ്ലേയേഴ്സ് വണ്ടിയിലാണ് കളിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാരും ഈ ഒരു ഏരിയയിലോട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അവനെ പ്രാർത്ഥിച്ച് തോപ്പിക്കോടെ പ്രഡിക്ഷൻ ചെയ്യിക്കാൻ. ആന്റണി അതേപോലെ മാർത്ത ആന്റണി തിരിച്ചെത്തിയിരിക്കുകയാണ്. എടാ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മുടെ ലൈവ് കാണുന്ന ഒരാള് നിക്കോണിന് എന്തോ ജോൽസിനെ കണ്ടിട്ട് എന്തോ ഓഡിയോ അയച്ചു കൊടുത്ത്. നിക്കോൺ ഉണ്ടോ ഇവിടെ? ഇവനത് എനിക്ക് ഫോർവേഡ് ചെയ്തെന്ന്. ആ ജോത്സ്യം പറഞ്ഞത് എന്റെ വീട്ടിൽ ആരോ എന്തോ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന്. എനിക്ക് കേട്ടിട്ട് എന്റെ പേടിയാവണ്. വണ്ടിയിൽ സ്നൈപ്പർ കയറാൻ സാധിച്ചില്ല അവിടെ. പക്ഷെ കൊന്നത് സോണൌട്ടിന്നല്ലേ കൊന്നേ? സോണൌട്ടായിരുന്നല്ലേ? സോണൌട്ടിന്ന് കൊന്നേ. ഒരു സെക്കൻഡ് തലധാരൊക്കെയാണ് ഒഴിവാക്കാൻ. അത് വേണ്ട, അത് വേണ്ട. അല്ലെങ്കിൽ നാളെ നടത്താൻ സമയമില്ല. അല്ല ഇനി നടത്തത്തില്ലല്ലോ. വൺ സൈഡ് അല്ലേ? വൺ സൈഡ് അല്ലേ? ഏത്? അല്ല ഒരു സൈഡിൽ മാത്രമല്ല ഇപ്പൊ FRP വന്നിട്ടുള്ളൂ. ആണോ? നടക്കട്ടെ, കണ്ടിന്യൂ ആവട്ടെ. FRP ടർഫിന് ശേഷം കറന്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോ ടർഫ് അവിടെ ഇത് നമ്മുടെ സൈഡിൽ നിന്ന് FRP ഒന്നും ഇല്ല. നമുക്കാ ടർഫ് കിട്ടി. നമുക്കാ നമ്മുടെ സൈഡിൽ നിന്ന് ഒന്നും വരാതിരുന്നാ മതി. അവിടെ നിനക്ക് തിരിച്ചു കയറാനുള്ള ടൈം കാണിച്ചിട്ടുണ്ട്. സോ വിചാരിക്കാം ഒരു നല്ലൊരു അഗ്രസീവ് പുഷ് നമുക്ക് കാണാൻ സാധിച്ചാൽ നന്നായിരുന്നു തന്നെ. കാണുന്നവർക്ക് ഒരു എന്റർടൈനിങ് ആയിരുന്നു തന്നെ അത്. Z30 അസീം, ദില്ലി, എൻഗോട്ട്, അതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കി, ഡെസിമിൽ, റൊസാരിയോ റോഡ്രിഗസ് അടങ്ങുന്ന Z30യുടെ വണ്ടി ഇവിടുന്ന് വേറൊരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. സ്റ്റീവ് അസ്രിയൽ ഇവിടെ സോൺ ഔട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ മെസ്ബോയ് ഗോക്കു ഫാക്ടറി ഏരിയ ഹോൾഡ് ചെയ്യാണ്. ഓക്കെ, ജുഗുർ തിരിച്ചു പോകുന്നു വണ്ടിനെ പിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വീണ്ടും റിപ്പയർ ആയി ഇറങ്ങിയ വണ്ടീനെ റിപ്പയർ സ്റ്റേഷനിൽ ഇട്ട് തന്നെ പിറ്റ് ചെയ്ത് കേടാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. തുടങ്ങിയോ? 5 വയസ്സുള്ള ഒരു 10 രൂപയുടെ മിനറൽ വാട്ടർ മേടിച്ചു തരാത്ത നീ 650 രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കാൻ പോടാ അവിടുന്ന്. Z30 ആ ഒരു വണ്ടിയുടെ പുറകിന് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നീലൻ അവിടെ വണ്ടി റിപ്പയർ ചെയ്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഷട്ടർ ഡോറ് കൊണ്ട് വണ്ടി എന്തൊക്കെ ബട്ട് അവിടെ ആ വണ്ടിയുടെ ഒരു പവർ കാരണമാണ്. ജർമ്മൻ കണ്ണാപ്പി ഓജി. താങ്ക് യു ബ്രോ, താങ്ക് യു. ഇത് വേറെ ഫേക്ക് അക്കൗണ്ട് ആരാണോ? താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഓ ഇല്ല, എല്ലാരും ഇവിടെ ഉണ്ട്. അവരുടെ വണ്ടി, ആ വണ്ടി പക്കിയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. അത് പറഞ്ഞു വിടുന്നുണ്ട്. അതുപോലെ ജുഗ്രു പക്കിയുടെ വണ്ടിനെ എടുത്തിട്ട് റോക്കറ്റ് ലീഗ് കളിക്കുകയാണ് അവിടെ രണ്ടുപേരും കൂടെ. ബാക്കിയുള്ള വണ്ടികളെല്ലാം സോണിലോട്ട് മൂവിൻ ചെയ്തോണ്ടില്ല. അൽതാഫ് ഹസൻ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദി മെമ്പർഷിപ്പ്. അഭിഷേക് ബ്രോ, താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു. അതേപോലെ തന്നെ മൈറ്റി, അതേപോലെ തന്നെ മാർത്താണ്ഡൻ, ഡിങ്കർ, അസീം. ഓക്കെ, അവരെല്ലാരും ആ ഒരു എഡ്ജിലോട്ട് വന്ന് എത്തിയിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി കേട്ടാ.
അവരെല്ലാവരും ആ ഒരു എഡ്ജിലോട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്, അവരുടെ എല്ലാ പ്ലേയേഴ്സും. നല്ലൊരു സ്പ്രേ, അസീമിന്റെ വക ഒരു റൊട്ടേഷൻ. ജുഗ്രു ആ ഒരു ഏരിയയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ജുഗ്രുവിന് ആർമർ ഇല്ല. ജുഗ്രു അത് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ഇത്രയും പിറ്റിങ്ങിനിടയ്ക്ക് ആർമർ കുറയുന്നത് ജുഗ്രുവിന് ശ്രദ്ധിക്കാൻ സാധിച്ചില്ലെന്ന് തോന്നുന്നു. ജുഗ്രുവിന്റെ നല്ല ടാഗ് ഡെമിസിലിന്. ഡെമിസിൽ താഴെ ഇറങ്ങിയിരിക്കുകയാണ്. ഏബൽ അവിടെ വണ്ടിയിൽ വീണ്ടും ഇവിടെ പിറ്റിങ് ആണോ? ഇത് പുതിയ ഗ്യാങ്ങാണോ സ്വന്തമായിട്ട്? ആ ഇവര് SRR ഇറങ്ങിയ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് തുടങ്ങിയതാ ജോക്കി. SRR പുതിയതായിട്ട് വന്ന മേളിൽ കയറി മൈറ്റിക്ക് നല്ലൊരു ടാഗ്. മൈറ്റി അപ്പൊ തന്നെ ഹീൽ ചെയ്ത് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. റൊസാരിയോ റോഡ്രിഗസ് അതേപോലെ തന്നെ പക്കി അവിടുന്ന് ഒരു 1 വേ എടുത്തിട്ട് സ്പ്രേ ആണെന്ന് തോന്നുന്നു. രണ്ട് സൈഡും സ്പ്രേ, രണ്ട് സൈഡും നല്ലൊരു സ്പ്രേ നമ്മൾ കണ്ടിരിക്കുന്നത്. രണ്ട് സൈഡും നല്ലൊരു ബട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുന്ന ടാഗ് വളരെ മിനിമലിസ്റ്റിക് ആണ് തോന്നുന്നു. അവിടെ ഹീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോറസിന് അടി കുറച്ച് ഹീലിങ്സ് അടി കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏബലിനെ എടുക്കാനായിട്ടാണ് നിൽഗോട്ട് വരുന്നത്. ഏബൽ അവിടെ നിൽഗോട്ടിനെ സ്പോട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. നിൽഗോട്ട് ജാസ്മി ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 10 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ് അഗൈൻ. താങ്ക് യു സോ മച്ച് ജാസ്മി ബ്രോ, മീൻസ് എ ലോട്ട്. റൊസാരിയോ റോഡ്രിഗസ് നല്ലൊരു ടാഗ് കൊടുത്തു. ബട്ട് റൊസാരിയോ തിരിച്ചു കയറി. നിൽഗോട്ട് ആ ഒരു ആംഗിള് മനസ്സിലാക്കി തിരിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, മോബി നീലകണ്ഠൻ ഈ സൈഡിൽ കയറാൻ നോക്കുന്നുണ്ട്. ബട്ട് നല്ലൊരു സ്പ്രേ ദില്ലി ഡിങ്കറിന്റെ വക. അസീമിന് 18 വയസ്സായി. 18 വയസ്സായി അസീമിന്. ഇതാകുമ്പോ എല്ലാം കാണാമല്ലോ. എല്ലാ സൈഡും വെടിവെപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടിവിയുടെ ഇൻഫ്ലുവൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ആണല്ലേ? ടിവിയുടെ ഇൻഫ്ലുവൻസ് 12 പേര് സോണിലുണ്ട്. ടിവിയുടെ 10 പേരെ സോണിലുള്ളൂ. നമ്മുടെ ഒരാൾ ഓൾറെഡി ചത്തു. ഒരാളോടെ ഓൾറെഡി ഡൗൺ ആണ്. അതെ, ഇവന്മാര് ഇൻഫ്ലുവൻസ് കുറഞ്ഞോണ്ടിരിക്കുന്നു. 19 മിനിറ്റ് ഉണ്ട്. ഇപ്പൊ 11 ആയി. ഇല്ലടാ, അവൻ ജസ്റ്റ് ഒരുത്തൻ വെളിയില കണ്ടോ, നിൽഗോട്ട്. അവൻ വെളിയില, അതുകൊണ്ട് അവനിപ്പോ കയറുമ്പോ 12 ആവും. എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ ഞാൻ ടർഫ് കളിക്കത്തില്ല ബ്രോ. ഞാൻ എറണാകുളത്ത് പോലെ വാറൻ ടർഫ് കളിക്കുന്നുള്ളൂ. കാരണം ഇവിടുത്തെ എന്റെ നെറ്റ്വർക്ക് കുറച്ച് ഷോക്കാണ്. പുഷ് ചെയ്ത് അടിക്കാൻ പോവുകയാണോ ഈ സിറ്റിയിൽ മാത്രം. ടി.വി. മോബി. ഓ, മോബിക്ക് നല്ലൊരു ടാഗ്. മോബിക്ക് നല്ലൊരു ടാഗ് കിട്ടി. മോബി ആ ഒരു എഡ്ജില് പ്ലേയേഴ്സ് ഉള്ളത് ശ്രദ്ധിച്ചില്ലേ, കണ്ടില്ലേ? എന്താ സംഭവം? അസീമിന് നല്ലൊരു ടാഗ് അപ്പുറത്ത് കിട്ടി. സർജി അവിടെ വണ്ടി എടുത്ത് കറങ്ങുന്നുണ്ട്. സർജിയോ വണ്ടി എടുത്ത് പിറ്റിയാനാണ് നോക്കാൻ പോകുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ആംഗിളിൽ നിന്ന് ഇറങ്ങാനാണെന്ന് തോന്നുന്നു കേട്ടോ. മോബിക്ക് നല്ലൊരു ടാഗ് ഇട്ടിരുന്നത്. മോബി ഹീൽ ചെയ്യുകയാണ്. ജാസ്മി ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 10 മെമ്പർഷിപ്പ് അഗൈൻ. ജാസ്മി ബ്രോ, എന്ത് പറ്റി? ജാസ്മി ബ്രോ, താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. ഇനി ആര് ഒരു എന്തെങ്കിലും ക്രെഡിറ്റ് മുഞ്ചാൻ നിൽക്കുന്ന ഒരുത്തനാണ്. അവനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? ഇഗ്നോർ ചെയ്യും. ജാസ്മി ബ്രോ, താങ്ക് യു സോ മച്ച്. മെമ്പർഷിപ്പ് അടുത്തൊരു സോൺ ഷിഫ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സോൺ എന്തായാലും നമുക്ക് സോൺ കിട്ടില്ല. അതങ്ങനെയാണ്, നമുക്ക് സോൺ എന്തായാലും വരില്ല. ഓക്കെ, സർജിയോ ഈ ഒരു ആംഗിളോട്ട് എത്തുന്നുണ്ട്. മേ ബി ഇതുവഴി കയറി ആ ഒരു കോർണറിലുള്ള ഒരു സ്പോട്ടിലോട്ട് വന്ന് ഏബലിനെ പിക്ക് ഓഫ് ചെയ്യാനുള്ള ട്രൈ ആയിരിക്കും. മേ ബി നമുക്ക് കണ്ടറിയാം. ഓക്കെ, അടുത്തൊരു സോൺ.
സോണോട്ട് അഗൈൻ എടാ നമുക്ക് പറയാൻ പറ്റില്ലടാ ഈ POV അങ്ങനെ നമ്മൾ കാണത്തുള്ളൂ മനസ്സിലായോ 5 years ആയ അണ്ണന്റെ ലൈവ് കാണുന്നത് ഇപ്പോഴാണ് എനിക്ക് ഇതുപോലെ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആയത്. ലവ് യു അണ്ണ. ജാസ്വി ബ്രോ താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. 30 മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ 19,000-20,000 രൂപ എന്തോ ഉണ്ട്. താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട് ബ്രോ. താങ്ക് യു 5 വർഷമായിട്ട് ലൈവ് കാണുന്നത് ഇപ്പോഴാണെന്ന് പുള്ളിക്ക് അത് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി വന്നതെന്ന്. താങ്ക് യു സോ മച്ച് ബ്രോ, മീൻസ് എ ലോട്ട്. ആ ഒരു എഡ്ജാണ് ഹോൾഡ് ചെയ്യുന്നത്. എന്റെ അമ്മ മനാബ്രോ മതി എനിക്ക് മെമ്പർഷിപ്പ് വേണ്ട മനാബ്രോ താങ്ക് യു സോ മച്ച്. 25 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. മനാബ്രോ വേണ്ട, ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ നമ്മുടെ ടിവിയിലെ പിള്ളേരെ അടക്കം എല്ലാരെയും സഹായിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വേണ്ട മനാബ്രോ. താങ്ക് യു സോ മച്ച് മനാബ്രോ, മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച് മനാബ്രോ, മീൻസ് എ ലോട്ട്. മതി മനാബ്രോ. എനിക്കിനി മെമ്പർഷിപ്പ് വേണ്ട ഗൈസ്. മെമ്പർഷിപ്പ് എടുക്കല്ലേ ദയവേത്, ആരും എടുക്കല്ലേ. തോന്നുന്നു എനിക്ക് മെമ്പർഷിപ്പ് വേണ്ട. എല്ലായിടത്തും വെടിവെപ്പാതല്ലോ. ഞാൻ എവിടെ കവർ ചെയ്യും? ഇവിടെ ഇത് ഏബലിന്റെ നേരെ അതേപോലെ തന്നെ നിൽഗോട്ട് ഓടി കേറുന്നുണ്ട്. അത്ര സീവേ മോനെ. ഇപ്പോൾ ജാസ്വി ബ്രോ താങ്ക് യു സോ മച്ച്. 25 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് അഗൈൻ. ജുഗ്രു ഒറ്റയ്ക്ക് സ്പ്രേ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ടാഗ് ജാസ്വി ബ്രോ പ്രശ്നമായി. ഇവിടൊക്കെയാണ് ഈഗോ ബ്രോ, ഈഗോ ഒന്നും കാണില്ല. ഇത് വേണ്ട, ചിൽ ബ്രോ. എന്നെ ബ്രോ ഓക്കെ ഏബല ഒക്കെ അവിടെ മോബി ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട്. റോഡ്രിഗസിനെ അതുപോലെ നീലനും അതുപോലെ നല്ലൊരു സ്പ്രേ അതേപോലെ നല്ല ടാഗ് ഇട്ടിട്ടുണ്ട്. ബട്ട് അവർക്ക് പിക്ക് ഓഫ് എടുക്കാൻ സാധിച്ചില്ല. ഇവിടെ തൊട്ട് താഴെ ഉള്ളത് സ്റ്റീവ് ഏബൽ ഒറ്റയ്ക്ക് പോവാണോ? ഏബൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ബട്ട് ഏബൽ അവിടെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ വലിയൊരു മണ്ടത്തരമായിരിക്കും. ഏബൽ പോയില്ല. എല്ലായിടത്തും അടി നടക്കണം. സ്റ്റീവ് നല്ലൊരു പിക്ക് ഇട്ടാണ്. അസീമിനെ റോഡ് ക്രോസ് ചെയ്യുന്നപ്പോഴേ പ്ലക്കി അവിടെ ഇട്ടവൻ. ഈ ഒരു ആംഗിൾ ദില്ലി ആൻഡ് മാർത്താണ്ഡൻ അവിടെ നിൽക്കുന്നത്. ലാസ്റ്റ് ഇവിടുന്ന് ഇതാണെന്ന് തോന്നുന്നു ജിഗ്രുവിനെ. അതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കി, അതേപോലെ ടോറസ് മൈറ്റി, അതേപോലെ നല്ലൊരു ടാഗ്. കയ്യിൽ നിന്ന് സോൺ വീണ്ടും മൊത്തത്തിൽ പോയി. ഏബൽ അവിടെ പുഷ് ചെയ്ത് കയറുന്നുണ്ട്. ഡൗൺ ആയി. ഏബൽ 2 of 2 ആണ് ഏബിൾ കിട്ടിയിരിക്കുന്നത്. മൂന്നാമത്തെ പിക്ക് ടേബിളിൽ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഡൗൺ. അതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺ. ഡെസിമൽ ആൻഡ് ദില്ലിയാണ് ബാക്കിയുള്ളത്. രണ്ടുപേരുടെ കിട്ടിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ദില്ലി മാത്രം ബാക്കി. ഓ ജുഗ്രുവിനെ പിക്ക് ഓഫ് ചെയ്തു ദില്ലി. പക്ഷെ ദില്ലിനെ അവരെല്ലാരും എന്ത് കളി കളിച്ചാ കറങ്ങി അടിച്ചു കളഞ്ഞു. ഇനിയിപ്പോ കാണുന്നത് നമ്മള് നമ്മുടെ ഒരാള് രണ്ടുപേര് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജുഗ്രും സ്നൈപ്പ് മാത്രം. ജുഗ്രും സ്നൈപ്പ് ചെയ്യത്തില്ല. 3 പേര് ഡൗൺ ആയി. സത്യം ഒരു കുടുംബത്തെ അവിടെ വൈപ്പാക്കി കളഞ്ഞവൻ. ഇനി അടുത്ത ടർഫ് റെഡി ആയിക്കോ. 11 മുക്കാലല്ലേ പറഞ്ഞേ? അടുത്ത ടർഫ് സെയിം ലൈനപ്പ് കളിക്കട്ടെ. ഏതായത്? 11 മുക്കാൽ. അത് ഇതേതായിരുന്നു ടർഫ്? റാഞ്ചോ? ഞാൻ കളിക്കുന്നുണ്ട്.